ഹായ് ഹലോ മദർ യൂണിവേഴ്സ് ടാരോ റീഡിങ്ങിലേക്ക് സ്വാഗതം. നമുക്കിന്ന് നോക്കാം തേർഡ് പാർട്ടി സിറ്റുവേഷൻ. ഓക്കെ, നിങ്ങളുടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷൻ ഇപ്പോൾ എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. തേർഡ് പാർട്ടിയും പേഴ്സണുമായിട്ടുള്ള സിറ്റുവേഷൻ ഇപ്പോൾ എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്ത് സിറ്റുവേഷനിലാണ് തേർഡ് പാർട്ടിയും പേഴ്സണും ഇപ്പോൾ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്ത് സിറ്റുവേഷനിലാണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്ത് സിറ്റുവേഷനിലാണ് തേർഡ് പാർട്ടിയും പേഴ്സണും ഇപ്പോൾ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ദ ഡെവിളാണ്. അവരിപ്പം സെക്ഷൽ പരമായിട്ടാണെങ്കിലും നിങ്ങൾക്കിപ്പോൾ അത് കേൾക്കുമ്പോൾ വിഷമം ഉണ്ടാകുമെങ്കിലും അവരിപ്പം സെക്ഷൽ പരമായിട്ടാണെങ്കിലും ഭയങ്കര രീതിയിലുള്ള അട്രാക്ഷൻ പരമായിട്ടാണെങ്കിലും ഒരു ഇപ്പം മുന്നോട്ട് പോകുകയാണ് നല്ല രീതിയിൽ തന്നെ. നിങ്ങൾക്കിത് കേൾക്കുമ്പം വിഷമം വരും, എന്നാലും തേർഡ് പാർട്ടി സിറ്റുവേഷനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിൽ വരിക തന്നെ ചെയ്യും. ഇപ്പോൾ അവർ ആ ഒരു അട്രാക്ഷനും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്കത് ക്ലാരിഫൈ ചെയ്യാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ദ ഡെവിളിനെ ക്ലാരിഫൈ ചെയ്യണം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഇപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ട് ഇപ്പോൾ റീസെൻ്റ്ലി ആയിരിക്കും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ കുറച്ച് ഒന്ന് മുന്നോട്ട് പോയിട്ടുണ്ടായിരിക്കാം. എന്തായിരുന്നാലും നിങ്ങളെ വിട്ട് തേർഡ് പാർട്ടിയെ ആണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ചൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, തിരഞ്ഞെടുത്തിരിക്കുന്നത് നിങ്ങളെ വിട്ടിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ തേർഡ് പാർട്ടിയെ ചൂസ് ചെയ്തിരിക്കുന്നു. എങ്ങനെ? ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഇപ്പം നിങ്ങളുടെ അവസ്ഥയെന്ന് പറയുന്നത് ഇപ്പം 9 ഓഫ് സോഡാണ്. നിങ്ങൾക്ക് നീതിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ അവസ്ഥ ഇപ്പം 9 ഓഫ് സോഡിൽ ഒരുപാട് പെയിൻഫുൾ സിറ്റുവേഷനിൽ കൂടി കടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് റീസെൻ്റ്ലി ഉണ്ടായ കാര്യങ്ങളായിരിക്കാം. ഇപ്പോൾ സെൽഫ് ലവ് ഒക്കെ ചെയ്ത് മൂവ് ഓൺ ചെയ്ത ആൾക്കാർക്കുള്ളതല്ല. ഇപ്പം ഈ റീസെൻ്റ്ലി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതോ ആയിരിക്കും. ഇപ്പോഴും ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണെ ഓർത്ത് വിഷമിച്ച തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്ന വ്യക്തികളിൽ ഉള്ള റീഡിംഗ് ആണ് ഈ വന്നിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളിത് ഈ ഒരു 9 ഓഫ് സോഡിൻ്റെ പെയിനിലാണ്. നിങ്ങളിപ്പം നിലവിളിക്കുകയാണ്. രാത്രിയെന്നില്ല പകലെന്നില്ലാതെ നിങ്ങൾ നിലവിളിക്കുകയാണ്. നിങ്ങൾക്ക് നീതി ലഭിക്കണം. കാരണം നിങ്ങളിപ്പം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഇതാണ്. ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു അവസ്ഥയും കൂടി നിങ്ങൾ അറിയുന്നുണ്ടായിരിക്കും. കാരണം സെക്ഷൽ പരമായിട്ടാണെങ്കിൽ ശരി തന്നെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പം നിങ്ങളെ വിട്ടിട്ട് നിങ്ങളുടെ തേർഡ് പാർട്ടിയെ ചൂസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോഴുള്ള കറണ്ട് സിറ്റുവേഷനാണിത്. നിങ്ങളിപ്പോൾ ഭയങ്കര പെയിനിലാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഇത് മുന്നോട്ട് പോകുമ്പോൾ തേർഡ് പാർട്ടിയിൽ നിന്നും നിങ്ങളുടെ പേഴ്സണ് എന്ത് തരം പെയിനാണ് ലഭിക്കുന്നത്? കർമ്മ എന്താണ് ലഭിക്കുന്നത്? ഈ റിലേഷൻ മുന്നോട്ട് പോകുമ്പോൾ എന്ത് തരം കർമ്മയാണ് തേർഡ് പാർട്ടിയിൽ നിന്ന് എന്ത് കർമ്മയാണ് നിങ്ങളുടെ പേഴ്സണിന് ലഭിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്ത് കർമ്മയാണ് നിങ്ങളുടെ പേഴ്സണ് ലഭിക്കുന്നത്? തേർഡ് പാർട്ടിയിൽ നിന്ന് ലഭിക്കുന്ന കർമ്മ എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്ത് കർമ്മയാണ് നിങ്ങളുടെ പേഴ്സണ് ലഭിക്കുന്നത്? നിങ്ങളുടെ പേഴ്സണ് ഇഗ്നോറിങ്ങും കാര്യങ്ങളും ലഭിക്കും. ഇപ്പം കുറച്ച് മുന്നോട്ടങ്ങോട്ട് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ പേഴ്സണിൽ നിന്നും അവർ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ മാറ്റി എടുക്കും. ഓക്കെ, ഒന്ന് ക്ലാരിഫൈ ചെയ്യാം. ദ കിങ് ഓഫ് കപ്പ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. കിങ് ഓഫ് കപ്പിനെ ഒന്ന് ക്ലാരിഫൈ ചെയ്യണം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്.
എന്തുകൊണ്ടാണ് കിങ് ഓഫ് കപ്പ് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ വന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്തുകൊണ്ടാണ് കിങ് ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്തുകൊണ്ടാണ്, എന്ത് കർമ്മയാണ് അവർക്ക് ലഭിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. അവരുടെ സ്നേഹം എന്താ റിവേഴ്സാണ് വന്നിരിക്കുന്നത്. അവരുടെ ലൈഫിൽ ജഗ്ലിംഗ് ഉണ്ടാകുകയും അവരുടെ സ്നേഹം അവിടെ നിന്ന് ഏത് സ്നേഹത്തിന് വേണ്ടിയിട്ടാണോ അങ്ങോട്ടേക്ക് പോയത് ആ ഒരു സ്നേഹത്തിൽ നിന്ന്, കാരണം ദ കിങ് ഓഫ് കപ്പും അത് തന്നെയാണ് പറയുന്നത്. ആ കിങ് കയ്യിലിരിക്കുന്ന ആ കപ്പിലേക്ക് ശ്രദ്ധിക്കുന്നില്ല. കുറച്ച് മുന്നോട്ട് അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങളുടെ പേഴ്സണെ ഇഗ്നോർ ചെയ്യും, തേർഡ് പാർട്ടി ഇഗ്നോർ ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ ഇഗ്നോർ ചെയ്യും. ഓക്കെ, ഇവിടെ ലവേഴ്സ് കാർഡ് റിവേഴ്സാണ് വന്നിരിക്കുന്നത്. അവരുടെ ഇടയിൽ സ്നേഹം ഇല്ലാണ്ടാകും. ഓക്കെ, അവരുടെ ജീവിതത്തിൽ സ്നേഹം ഇല്ലാണ്ടാകും. ഫ്യൂച്ചറിൽ എന്താണ് തേർഡ് പാർട്ടിക്കും നിങ്ങളുടെ പേഴ്സണും സംഭവിക്കുന്നത് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കുന്നത്? ദ ടവറാണ് വന്നിരിക്കുന്നത്. ഓവറോൾ എനർജി വന്നിരിക്കുന്നത് ദ ടവറാണ്. ഫ്യൂച്ചറിൽ സംഭവിക്കുന്നത് അവർ രണ്ടും രണ്ട് വശത്തേക്ക് തകർന്ന് വീഴും. ആ രണ്ട് വ്യക്തികൾ ഇവിടെ തകർന്ന് വീണിരിക്കുന്നുണ്ടോ? അവർ രണ്ടുപേരും ആ രണ്ട് വശത്തേക്കായിട്ട് തകർന്ന് വീഴുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, കാണുന്നുണ്ടോ? ഈ രണ്ട് വ്യക്തികളും കാണുന്നുണ്ടോ? ഈ രണ്ട് സ്ഥലത്തേക്ക് ഇങ്ങനെ തകർന്ന് വീഴുകയാണ്. ഇത് ടവർ എന്ന് പറയുന്നത് അവർ വിചാരിച്ചു ഒരിക്കലും ആർക്കും തകർക്കാൻ കഴിയാത്തതായിട്ടുള്ള ഒരു റിലേഷനാണ് ഇത്. ഈ റിലേഷനെ ആർക്കും തകർക്കാൻ കഴിയില്ല എന്ന് വിശ്വസിച്ച് തേർഡ് പാർട്ടി കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. കാരണം ഈ ടവറിന് വാതിലില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരല്ലാതെ മറ്റാർക്കും ഇതിലോട്ട് പ്രവേശിക്കാൻ കഴിയില്ല എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി, കാരണം മറ്റൊരാൾക്കാർ വന്നെങ്കിൽ മാത്രമാണ് ഇത് തകർക്കുന്നത്. അപ്പോൾ അങ്ങനെയൊന്നും തകർക്കാൻ കഴിയത്തില്ല എന്ന് വിചാരിച്ച് കൊണ്ടുവന്ന് വെച്ച സ്ഥലമാണ്. പക്ഷേ ഇത് വെച്ചിരിക്കുന്നത് ഒരു പൊട്ടിപ്പൊടിഞ്ഞ അല്ലെങ്കിൽ പകുതി മുറിഞ്ഞു പോയ ഒരു മൗണ്ടൻ്റെ താഴെയാണ് വെച്ചിരിക്കുന്നത്. കാരണം അവിടെ നിരോധിക്കപ്പെട്ട സ്ഥലമാണ്, അവിടെ ഇത് പാടില്ല. കാരണം ഈ ഒരു ടവർ അവിടെ, കാരണം ഈ ഒരു റിലേഷനെ അനുവദിച്ചിട്ടില്ല. ആ ഒരു സ്ഥലത്തേക്ക് ഈ ഒരു റിലേഷനെ അനുവദിച്ചിട്ടില്ല. അതുകൊണ്ടാണ് യൂണിവേഴ്സിൽ നിന്നും അവർക്ക് ടവർ വന്നിരിക്കുന്നത്. അവരുടെ അധികാരങ്ങളും അവരുടെ നാട്ടിലുള്ള ഫെയിമും എല്ലാം നഷ്ടമായി അവർ ഡീപ്പായിട്ടുള്ള ഡിപ്രഷനിലോട്ടാണ് വീണിരിക്കുന്നത്. അവരെ ഹെൽപ്പ് ചെയ്യാൻ പോലും ഒരു വ്യക്തികളില്ല. അവരുടെ ജീവിതത്തിൽ മൊത്തവും നാശങ്ങളും അന്ധകാരത്തിലോട്ടാണ് വീണിരിക്കുന്നത്. ഫുള്ള് നെഗറ്റീവാണ്. ആ ബാക്ക്ഗ്രൗണ്ടിൽ നോക്കിയാൽ അറിയാം, നെഗറ്റീവ് എനർജിയാണ് ഫുള്ള് അവരെ മൂടിയിരിക്കുന്നത്. അവരുടെ ലൈഫിൽ വരാൻ പോകുന്നത് എന്താണ് ഫ്യൂച്ചറിൽ, ഇപ്പോൾ എന്തായിരുന്നാലും അവർ ഭയങ്കര അട്രാക്ഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുകയാണ്. ഡബിളാണ്. കാരണം അവരുടെ ഉദ്ദേശം അട്രാക്ഷൻ, നിങ്ങളുടെ പേഴ്സണെ അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിരിക്കുന്നത്. നിങ്ങൾ മറ്റ് ശാരീരികമായിട്ടാണെങ്കിലും സാമ്പത്തികപരമായിട്ടുള്ള പല രീതികളും കാണിച്ച് നിങ്ങളുടെ പേഴ്സണെ ബന്ധിച്ചാണ് കൊണ്ടുപോയിരിക്കുന്നത് കേട്ടോ. ഇത് ബ്ലാക്ക് എനർജിയാണ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ബ്ലാക്ക് എനർജിയാണ്. ബ്ലാക്ക് എനർജി കൊടുത്താണ് നിങ്ങളുടെ പേഴ്സണെ അവർ ബന്ധിച്ച് കൊണ്ടുപോയിരിക്കുകയാണ്. ഓക്കെ, അവരിലേക്ക് ചിലപ്പോൾ അട്രാക്ഷനും കാര്യങ്ങളൊന്നും തോന്നി കാണത്തില്ല. പക്ഷേ ആ ബ്ലാക്ക് എനർജിയുടെ ശക്തിയാൽ നിങ്ങളുടെ പേഴ്സണെ അവരുടെ പരിധിയിലേക്ക് അവർ കൊണ്ടുപോകുകയായിരുന്നു. അവർ നിങ്ങളിൽ നിന്ന് മാറ്റി അവരിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. ഓക്കെ, 16 നമ്പർ കാർഡാണ്. ഇവിടെ ഗ്രോത്ത് എല്ലാം അവസാനിച്ചിരിക്കുന്നത്. ഇത് റിവേഴ്സാണ് വന്നിരിക്കുന്നത്. 16 നമ്പർ കാർഡ് 7 ആണ്. ഓക്കെ, 7 കേതുവിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. കേതുവിൻ്റെ കാർഡാണ് 16 നമ്പർ കേതു. ഓക്കെ, കിങ് ഓഫ് വാൻസ് ആണ്, റിവേഴ്സാണ് വന്നിരിക്കുന്നത്. അവരെന്തൊക്കെ വിശ്വസിച്ചു അല്ലെങ്കിൽ എന്തൊക്കെ ലൈഫിൽ സ്വപ്നം കണ്ടു ഈ ഒരു തേർഡ് പാർട്ടിയോടൊപ്പം പോകുമ്പോഴത്തേക്ക് അവർക്ക് ലൈഫ് ഏറ്റവും ബെറ്ററാണ് എന്ന് വിചാരിച്ച് പോയതെല്ലാം അവർക്ക് നാശമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. എല്ലാം അവസാനിച്ചു. അവർക്ക് മുന്നോട്ട് അവരുടെ പ്രോജക്റ്റ് ആണെങ്കിലും ശരി തന്നെ എന്ത് കാര്യങ്ങളാണെങ്കിലും അവിടെ സ്റ്റക്കായിപ്പോയി. കുതിച്ചു പോകാനായിട്ട്
സ്വപ്നം കണ്ട് വന്നതാണ്. പക്ഷേ അതൊരിക്കലും അവിടെ നടന്നില്ല, അവിടെ സ്റ്റക്കായി പോയി അവർക്ക്. ഓക്കെ, അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയാതെ അവിടെ മാനസികമായിട്ടുള്ള ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ അവരുടെ ലൈഫിൽ വരും. ഇപ്പോഴെന്തായിരുന്നാലും അവർ ഈ ഒരു അട്രാക്ഷനിലും നിങ്ങളെ വിട്ട് അവരെ സെലക്ട് ചെയ്തിരിക്കുകയാണ്, തേർഡ് പാർട്ടിയെ സെലക്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇപ്പം ഈ ഒരു അവസ്ഥയിൽ എത്തിയോ എന്നറിയത്തില്ല. ചില ആൾക്കാർക്ക് എത്തിക്കാണും, ചില ആൾക്കാർ എത്താൻ പോകുന്നതേ ഉള്ളൂ. ടവർ വന്നിട്ടില്ല, ഇപ്പോഴും കൈയും കോർത്ത് ചങ്ങലയിട്ട് നടക്കുന്നതേ ഉള്ളായിരിക്കും. ഈ ചങ്ങലയൊക്കെ പൊട്ടിച്ച് പുറത്ത് വരാനുള്ള സമയം കുറച്ചുകൂടി ഒന്ന് കഴിയേണ്ടി വരും. ചില ആൾക്കാർ പൊട്ടിച്ച് പുറത്ത് വന്നിട്ടുണ്ട്, കാരണം ഇവിടെ ടവർ വന്നിട്ടുണ്ട്. ഓവറോൾ എനർജി ടവറാണ് വന്നിട്ടുണ്ട്. ചില വ്യൂസിൻ്റെ പേഴ്സണിൽ ടവർ വന്നിട്ടുണ്ട്. അവരുടെ ഇടയിൽ പ്രശ്നങ്ങളുണ്ടായി. ലവേഴ്സ് ഒരുപാട് പ്രണയവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണ് മാത്രമേ പ്രണയം ഉണ്ടായിരുന്നിട്ടുള്ളൂ. കാരണം ഇവിടെ ഉണ്ടായിരുന്നത് അട്രാക്ഷനാണ്, ഡബിൾ എനർജിയാണ്. നിങ്ങളുടെ പേഴ്സണെ വരുതിയിൽ കൊണ്ടുവരിക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമാണ്. അതെന്തായാലും റിവേഴ്സ് ആയിട്ടുണ്ട്. ഓക്കെ, കിങ് ഓഫ് വാണ്ടിനെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്തുകൊണ്ടാണ് കിങ് ഓഫ് വാണ്ട് റിവേഴ്സ് വന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ദ സ്റ്റാർ എത്രത്തോളം നല്ല വ്യക്തിയായിരുന്നു, നിങ്ങളെക്കാൾ ഏറ്റവും ബെറ്ററാണ്, അല്ലെങ്കിൽ ഏറ്റവും ആൾക്കാരെല്ലാവരും പിറകെ നടക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്, ഒന്ന് മിണ്ടാനോ കാണാനോ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ, അല്ല നിങ്ങളുടെ തേർഡ് പാർട്ടി എന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിച്ചു. പക്ഷേ അത് മൊത്തവും തലതിരിഞ്ഞാണ് വന്നിരിക്കുന്നത്. കാരണം ഇനിയിപ്പം നിങ്ങളുടെ പേഴ്സണ് അതൊന്നും അല്ല, അവർ കണ്ട വ്യക്തിയൊന്നും അല്ല എന്ന് നേരിട്ട് അവർ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, ഇതിന് ശേഷം ഈ ഒരു മനസ്സിലാക്കത്തിന് ശേഷം നിങ്ങളുടെ പേഴ്സണ് സംഭവിക്കുന്നത് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ പേഴ്സണ് സംഭവിക്കുന്നത് എന്താണ്? ഈ ഒരു മനസ്സിലാക്കത്തിന് ശേഷം നിങ്ങളുടെ പേഴ്സണ് സംഭവിക്കുന്നത് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ. ഈ ഒരു കാര്യങ്ങൾ തേർഡ് പാർട്ടിയുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നതിന് ശേഷം എന്താണ് സംഭവിക്കുന്നത്? ദ ഹെയറോഫൻ്റ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഒന്നുകിൽ കേസ് പരമായിട്ട് അല്ലെങ്കിൽ കോടതി നിയമപരമായിട്ട് എന്തെങ്കിലും നിങ്ങളുടെ പേഴ്സണ് നഷ്ടമാകുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് ലീഗലായിട്ട് മുന്നോട്ട് പോകും. ലീഗലായിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ കേസോ പരമായിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ ഇടയിൽ വരും. ചിലപ്പോൾ നിങ്ങളുടെ തേർഡ് പാർട്ടി കൊടുക്കുന്നതായിരിക്കാം. അവരെ യൂസ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അവരെ യൂസ് ചെയ്തു, അല്ലെങ്കിൽ അവരിൽ നിന്ന് എന്തെങ്കിലും അപഹരിച്ചു എന്നുള്ളതൊക്കെ പറഞ്ഞ് നിങ്ങളുടെ പേഴ്സണെതിരായിട്ടുള്ള കേസോ വഴക്കോ എന്ന് എന്തെങ്കിലും നിങ്ങളുടെ തേർഡ് പാർട്ടിയിൽ നിന്ന് നിങ്ങളുടെ പേഴ്സണെ സ്വീകരിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ മാനസികമായിട്ടൊക്കെ തകർന്ന് അസുഖങ്ങളോ മറ്റോ ആയി ഹോസ്പിറ്റലിലെ ഡോക്ടറെയൊക്കെ കാണേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് മാറും. കാരണം നിങ്ങൾക്ക് ആ ഒരു അവസ്ഥ തന്നിട്ട് പോകുമ്പോഴത്തേക്ക് തിരിച്ച് നിങ്ങളുടെ പേഴ്സൺ അതുപോലെയുള്ള കാര്യങ്ങൾ ലഭിക്കും. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ പിന്നെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ റിലേഷനെ എന്ത് സംഭവിച്ചു അവർക്ക് സഹിക്കുന്നതിനപ്പുറം ആവും. ദ ഹെയറോഫൻ്റിനെ ക്ലാരിഫൈ ചെയ്യുക. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ദ ഹെയറോഫൻ്റിനെ ക്ലാരിഫൈ ചെയ്യണം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. അവർക്ക് പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. നിങ്ങളുടെ പേഴ്സണ് ഒരിക്കലും പിന്നെ അവരിൽ നിന്നുള്ള ഒരു സ്നേഹമോ കാര്യങ്ങളോ, കാരണം എന്തൊക്കെയാണെങ്കിൽ തന്നെയും അവർക്ക് എന്തൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പേഴ്സൻ്റെ പിറകെ ഈ ഒരു ബ്ലാക്ക് മാജിക്കുമായിട്ട് കൂടിയിരിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് നേടിയെടുക്കാനാണ് എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ കൂടെ ഈ ബ്ലാക്ക് മാജിക്കുമായിട്ട് കൂടിയിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഈ ബ്ലാക്ക് മാജിക്കുമായിട്ട് കൂടിയിരിക്കുന്നത് എന്ത് നേടിയെടുക്കാനാണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഈ ഒരു ഡബിളുമായിട്ട് പിറകെ കൂടിയിരിക്കുന്നത് എന്ത് നേടിയെടുക്കാനാണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്ത് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്? ചതിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് എല്ലാം തട്ടിയെടുത്തുകൊണ്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ്. ദ ഡെവിളിനെ ക്ലാരിഫൈ ചെയ്ത് വീണ്ടും ചോദിച്ചു,
എന്തുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സണെ ഈ ഒരു രീതിയിൽ കെട്ടിവലിച്ച് കൊണ്ടുപോയത്? എന്തിനാണ്? നിങ്ങളുടെ പേഴ്സണെ ചതിക്കാനാണ്, ഒരിക്കലും സ്നേഹിക്കാനല്ല. ഓക്കെ, കാരണം അത് മുന്നോട്ട് ചെല്ലുമ്പോഴത്തേക്ക് തന്നെ മനസ്സിലാകും. നിങ്ങളുടെ പേഴ്സൺ അത് മനസ്സിലാക്കുക തന്നെ ചെയ്യും. അവർ ആ കയ്യിലിരിക്കുന്ന കപ്പിലിരിക്കുന്ന ആ ഒരു വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷൻ, നിങ്ങളുടെ പേഴ്സണോടുള്ള സ്നേഹം, അതവർ ഉപേക്ഷിച്ച് കളയുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ പേഴ്സണോട് ഒരു താല്പര്യവും ആ ഒരു തേർഡ് പാർട്ടിക്ക് ഇല്ല. അവരുടെ കയ്യിലിരിക്കുന്ന കാര്യത്തെ സൂക്ഷിച്ച് നോക്കിയാലറിയാം, അതവർ ഒഴുക്കി കളയുകയാണ് ചെയ്യുന്നത്. എന്തിനാണ് ഇങ്ങനെ കെട്ടി വലിച്ചുകൊണ്ട് പോകുന്നത്? ഈ തൊടലൊക്കെ ഇട്ട് എന്തിനാണ് നിങ്ങളുടെ പേഴ്സണെ കൊണ്ടുപോകുന്നത് എന്നറിഞ്ഞ് ചോദിച്ചപ്പോൾ കിട്ടിയതാണ് 7 of Swords ആണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് ഒരു ചീറ്റിങ് ലഭിക്കും. പക്ഷെ ആ ഒരു ചീറ്റിങ്ങിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ രക്ഷപ്പെടും. കാരണം ഈ ഒരു കാർഡ് പോസിറ്റീവ് കാർഡാണ്, നെഗറ്റീവ് കാർഡ് അല്ല. കാരണം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് യെല്ലോ ആണ്. യെല്ലോ ആകുമ്പോഴത്തേക്ക് അത് പോസിറ്റീവ് കാർഡ് തന്നെയാണ്. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ ഏതൊരു കാര്യവും പെട്ടെന്ന് ചെയ്യും. കാരണം ഈ ഒരു ആത്മിയെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ആ ആത്മി ഓടി പെട്ടെന്ന് ഒരു ജോലി ചെയ്ത് തീർക്കുന്ന കണക്ക്. കാരണം നിങ്ങളുടെ പേഴ്സൺ മുന്നും പിന്നും നോക്കാതെ എന്താണോ അത് പെട്ടെന്ന് ചെയ്ത് തീർക്കുക എന്നുള്ളത്, അത് കറക്റ്റ് ചെയ്യത്തുമില്ല, എന്നാൽ അത് ഫിനിഷാക്കി ചെയ്യത്തുമില്ല. അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, ഒരു കാര്യത്തെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണമെന്ന് പോലും അറിയാൻ വയ്യാത്ത ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ. കാരണം ആ വാള് പിടിച്ചിരിക്കുന്നത് തല തിരിച്ചാണ് പിടിച്ചിരിക്കുന്നത്. കാരണം ഏത് രീതിയിലാണ് ഒരു കാര്യത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നതിനെക്കുറിച്ച് യാതൊരു ഐഡിയയും കാര്യങ്ങളും ഒന്നും ഇല്ലാതെയാണ് നിങ്ങളുടെ പേഴ്സൺ ഏതൊരു കാര്യത്തിലേക്കും ഇറങ്ങിത്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു തേർഡ് പാർട്ടിയുടെ പിറകെ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നതും അതുപോലെ ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു തേർഡ് പാർട്ടിയോടൊപ്പം എങ്ങനെയാണ് നിൽക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ജീവിക്കേണ്ടതെന്നുള്ള ഒരു ഐഡിയയും ഇല്ല. ആ വാള് പിടിച്ചിരിക്കുന്നത് തിരിച്ച് പിടിച്ചിരിക്കുമ്പോൾ സ്വന്തമായിട്ട് ഒരുപാട് മുറിവേൽക്കപ്പെടും എന്നുള്ള ചിന്ത പോലും ഇല്ല. കാരണം മുറിയുന്ന ഭാഗത്താണ് അവർ കൈ വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അതിലാണ് പിടിച്ചിരിക്കുന്നത്. മുറിയാത്ത ഭാഗത്ത് പിടിക്കാനുള്ളൊരു ബുദ്ധി പോലും ഇല്ലാത്ത ആ ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സണെ കെട്ടി വലിച്ചു കൊണ്ട് പോയിരിക്കുകയാണ്. ഓക്കെ, എന്തിനാണ്? ചതിക്കുന്നതിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് എല്ലാം കവർന്ന് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ സാമ്പത്തികമായാലും ശരി തന്നെ, മറ്റെന്ത് കാര്യങ്ങളാണെങ്കിലും ശരി തന്നെ, അതെല്ലാം അവർക്ക് യൂസ് ചെയ്ത് നിങ്ങളുടെ പേഴ്സണെ ഉപേക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലൈഫിലേക്ക് വന്നത്. അപ്പം ഞാനിത് ഹെയറോഫെൻറ്റിനെ ക്ലാരിഫൈ ചെയ്തപ്പോഴത്തേക്ക് കിട്ടിയത് 2 കാർഡാണ് വന്നിരിക്കുന്നത്. ദ ഹൈ പ്രീസ്റ്റസും ദ കിങ് ഓഫ് കപ്പുമാണ്. നിങ്ങളുടെ പേഴ്സൺ അവരിലേക്ക് വീണ്ടും ചൂണ്ട ഇട്ടുകൊണ്ടിരിക്കും. നിങ്ങളുടെ പേഴ്സൺ വീണ്ടും എവിടെ പോയി? കിങ് ഓഫ് സ്റ്റാർ. നിങ്ങളുടെ പേഴ്സൺ പിന്നും അവരെ സ്റ്റാറായിട്ട് കണ്ടിട്ട് അവരെ അങ്ങ് തലയെ കയറ്റി വയ്ക്കാനായിട്ട് വീണ്ടും പിറക്കെ ചെല്ലും, ചൂണ്ടയിട്ടുകൊണ്ട് ചെല്ലും. അവരിൽ നിന്ന് എന്തെങ്കിലും കിട്ടും. പക്ഷെ അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളും അവരുടെ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിയണം. പിന്നെ മറ്റൊന്നെന്ന് കഴിഞ്ഞാൽ അവർക്ക് മോഷ്ടിക്കാനുണ്ട്, പല കാര്യങ്ങളും മോഷ്ടിച്ചുകൊണ്ട് പോകാനായിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണെ ചീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അവർ ഹൈ പ്രീസ്റ്റസ് ആവും. അവർ ഹൈ പ്രീസ്റ്റസ് ആയി കഴിഞ്ഞു. കാരണം അവർക്ക് മറ്റൊന്നിനെക്കുറിച്ചും, അവർക്ക് ഇമോഷണൽപരമായിട്ടുള്ള യാതൊരു കാര്യത്തെക്കുറിച്ചും അവർക്ക് താല്പര്യമില്ല. നിങ്ങളുടെ പേഴ്സൺ ഇനിയിപ്പോൾ എന്തൊക്കെ ഇമോഷണൽ കാര്യങ്ങൾ കൊണ്ടുവന്നിരുന്നാലും അവർക്ക് ഫിസിക്കൽ നീഡ് ആൻഡ് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ പിടിച്ചിരിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നുണ്ട്, സാമ്പത്തികമായിട്ടാണെങ്കിലും ശരി, സൗന്ദര്യത്തിൻ്റെ മേളിലാണെങ്കിലും സ്റ്റാർ ഇത്രയും വലിയ ആൾക്കാർ ലോകത്ത് ആർക്കും കിട്ടാത്ത ഒരാളിനെയാണ് എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഒരുപാട് പേര് പിറക്കെ നടന്നിരുന്നിട്ട് കിട്ടാതിരുന്നത് ഒരാളിനെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നതെന്ന് നിങ്ങളുടെ പേഴ്സൺ വിചാരം അതാണ് കേട്ടോ, വിചാരമാണ്. പക്ഷേ അങ്ങനത്തെ വ്യക്തിയാണെന്നല്ല. കാരണം അവർക്ക് അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് അവർക്ക് നല്ല രീതിയിൽ അറിയാം. ഓക്കെ, അവർ ഇതുപോലെ കെട്ടിവലിച്ച് കൊണ്ടുപോകുക, ഇങ്ങനെ ചതിച്ച് അവരുടെ കയ്യിൽ നിന്നെല്ലാം ആവശ്യമുള്ള കാരണം ബുദ്ധിയില്ലാത്ത ആൾക്കാരെയാണ് ഇവർ സെലക്ട് ചെയ്യുന്നത്. കാരണം തിരിച്ച് തേപ്പ് കൊടുക്കാൻ അറിയാത്തത്, തിരിച്ച് അവരെ നിങ്ങളെപ്പോലെയുള്ള പാവപ്പെട്ടവർക്ക് നിങ്ങളുടെ പേഴ്സണെ ചിലപ്പോൾ ചതിച്ച് വഞ്ചിച്ച് പോകാൻ പറ്റുള്ളൂ. പക്ഷേ ഇതുപോലെയുള്ള ആൾക്കാരുടെ മുമ്പിലൊന്നും ഒരു കാര്യങ്ങളും നടക്കത്തില്ല. കാരണം അവരിതൊക്കെ ഒരുപാട് പഠിച്ചിട്ട് വന്നിരിക്കുന്നതാണ്.
അപ്പം ഇങ്ങനെ പഠിച്ചിട്ട് വന്നിരിക്കുന്ന വ്യക്തികളുടെ അടുത്ത് നിങ്ങളുടെ പേഴ്സൺ ഒരു കാര്യങ്ങളും നടക്കത്തില്ല. കാരണം നിങ്ങളുടെ പേഴ്സണ് അവർ ബുദ്ധിയില്ലാത്തതാക്കി വെച്ചിരിക്കുകയാണ്. കാരണം ഒരു കാര്യത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പോലും, ആ വാളിനെ പിടിക്കേണ്ട രീതി എങ്ങനെയെന്ന് പോലും അറിയാൻ വയ്യാതെ എന്തെങ്കിലും പറഞ്ഞാൽ കാള പറ്റൂ എന്ന് പറയുമ്പോഴത്തേക്ക് ഓടാൻ നിൽക്കുന്ന ഒരു പേഴ്സണായിട്ടാണ് നിങ്ങളുടെ പേഴ്സണെ തേർഡ് പാർട്ടി കണ്ടിരിക്കുന്നത്. അപ്പം എന്ത് പറഞ്ഞിരുന്നാലും പോയി കയറും എടുത്തുകൊണ്ട് വരും എന്ന് അവർക്ക് അറിയാം. ഓക്കെ, അപ്പം നിങ്ങളുടെ പേഴ്സൺ വീണ്ടും അവരുമായിട്ട് അവരുടെ സൗന്ദര്യത്തിലും അവരുടെ മെയ് വഴക്കത്തിലൊക്കെ വീണ്ടും വീണ്ടും ചൂണ്ടയിട്ട് അങ്ങോട്ട് ചെല്ലും. പക്ഷെ അവർ ഇഗ്നോർ ചെയ്യും. അവർക്ക് അതിനുള്ള താല്പര്യമില്ല. നിങ്ങളുടെ പേഴ്സൻ്റെ കർമ്മയാണ് അനുഭവിക്കുന്നത്. ഓക്കെ, ഒന്നും കൂടി നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഇതെല്ലാം ഇഗ്നോറിങ്ങും കാര്യങ്ങളൊക്കെ ലഭിച്ച് ചീറ്റിംഗ് ഒക്കെ ലഭിച്ചതിന് ശേഷം നിങ്ങളുടെ പേഴ്സൻ്റെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഈ ചീറ്റിംഗ് എല്ലാം ലഭിച്ചതിന് ശേഷം നിങ്ങളുടെ പേഴ്സൻ്റെ അവസ്ഥ എന്തായിരിക്കും? വരും. ആണ്ടേ, ഈ ചീറ്റിംഗ് ഒക്കെ ലഭിച്ചതിന് ശേഷം അവിടുന്ന് കെട്ടും കിടക്കെ എടുത്ത് കുത്തുകൊണ്ട വാളുകളെല്ലാം എടുത്ത് പറക്കി വെച്ചുകൊണ്ട് നിങ്ങളടുത്തേക്ക് വരും. ഓക്കെ, തലേ തുണിയിട്ടുകൊണ്ടാണ് വരുന്നത്. അത്രയ്ക്കും മാനം പോയി, അഭിമാനവും മാനവും എല്ലാം പോയിട്ട് തലേ തുണിയിട്ട് നിങ്ങളടുത്തേക്ക് തിരിച്ച് വരും. ഞാൻ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ഈ ചീറ്റിങ്ങും കാര്യങ്ങളെല്ലാം തേർഡ് പാർട്ടിയുടെ അടുത്തുനിന്ന് കിട്ടിയതിന് ശേഷം, ഇപ്പോൾ ചൂണ്ടയൊക്കെ ഇട്ടവിടെ ഇരിപ്പുണ്ട്, പക്ഷേ അവർ ഇഗ്നോർ ചെയ്യും. നിങ്ങളുടെ തേർഡ് പാർട്ടിക്ക് പൈസയും കാര്യങ്ങളും ശാരീരിക സുഖങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടിയതിന് ശേഷം നിങ്ങളുടെ പേഴ്സണെ അവർ ഉപേക്ഷിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോഴാണ് 6 ഓഫ് സോർഡ് വന്നിരിക്കുന്നത്. അവരെന്തായാലും ആ ഒരു പ്രശ്നങ്ങൾ, കാരണം തേർഡ് പാർട്ടിയായിട്ടുള്ള ഭയങ്കര മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ വരും. അതൊക്കെ കൊണ്ട് സഹിക്കാൻ കഴിയാതെ തേർഡ് പാർട്ടിയുടെ അടുത്തുനിന്ന് ഒന്നുകിൽ അവരെ അടിച്ച് പുറത്ത് കളയും, അല്ലെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഇറങ്ങി വരും. എങ്ങനെയാണ് അത്? നേരെ ചൊവ്വേ തല ഉയർത്തിയിട്ടൊന്നും അല്ല വരുന്നത്. തലയിൽ കൂടെ തുണിയിട്ട് ഉള്ള വിഷമങ്ങളും വാളുകളും എല്ലാം പറക്കി വള്ളത്തിൽ വെച്ചുകൊണ്ടാണ് വരുന്നത്. ഓക്കെ, അപ്പം നിങ്ങളിലേക്ക് തിരിച്ച് വരും. അപ്പം നിങ്ങൾ സ്വീകരിക്കുമോ ഇല്ലേ എന്നുള്ള കാര്യം നിങ്ങളുടെ തീരുമാനമാണ്. എങ്കിലും നമുക്ക് നോക്കാം. നിങ്ങളെ ഇതിൽ ഒരുപാട് പേരുടെ എനർജിയാണ് വരുന്നത്. ചില ആൾക്കാർ സ്വീകരിക്കും, ചില ആൾക്കാർ സ്വീകരിക്കത്തില്ല. എങ്കിലും നമുക്ക് നോക്കാം. ഇതിൽ കൂടുതലും ഭൂരിപക്ഷം വരുന്ന ആൾക്കാരുടെ എനർജി ആയിരിക്കും വരുന്നത്. കുറച്ച് ആൾക്കാർ സ്വീകരിക്കത്തില്ല. അപ്പോൾ സ്വീകരിക്കുമോ നിങ്ങൾ? എൻ്റെ വ്യൂവേഴ്സ് സ്വീകരിക്കുമോ ഈ തേർഡ് പാർട്ടിയുടെ അടുത്തു നിന്നുള്ള വാളെല്ലാം പറക്കി വിഷമമൊക്കെ ആയി ചീറ്റിംഗ് ഒക്കെ ലഭിച്ച് വരുമ്പോൾ, കർമ്മയൊക്കെ അനുഭവിച്ച് വരുമ്പോൾ നിങ്ങൾ സ്വീകരിക്കുമോ എന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സ് പേഴ്സണെ രണ്ടാമത് സ്വീകരിക്കുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. രണ്ടാമത് തേർഡ് പാർട്ടിയുടെ അടുത്തുനിന്ന് മടങ്ങി വരുമ്പോൾ എൻ്റെ വ്യൂവേഴ്സ് സ്വീകരിക്കുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. സ്വീകരിക്കുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സ് സ്വീകരിക്കുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ. സ്വീകരിക്കത്തില്ലേ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ. എടുക്കേണ്ടി വരും. നിങ്ങൾ സ്വീകരിക്കത്തില്ല. ഇതിൽ ഒരുപാട് പേരുടെ എനർജിയാണ് വരുന്നത്. നിങ്ങൾ എന്തായിരുന്നാലും സ്വീകരിക്കത്തില്ല. നിങ്ങൾ ആ സമയത്തേക്ക് നിങ്ങൾ സ്ട്രോങ് ആവും. നോ എന്നാണ് ആൻസർ വന്നിരിക്കുന്നത്. നോ എന്നാണ്. നിങ്ങൾ സ്വീകരിക്കില്ല എന്നാണ്. ചിലപ്പോൾ ഈ ഒരു ഇമോഷനിൽ ചിലപ്പോൾ ഇപ്പം നിങ്ങൾക്ക് സ്വീകരിക്കണം എന്നുള്ളൊരു മനസ്സൊക്കെ തോന്നുമായിരിക്കും. പക്ഷേ ഇതിപ്പോൾ സ്റ്റാർട്ടിങ് ആയിരിക്കും. പക്ഷേ ഇത് ഒരുപാട് പേർക്കും ഇപ്പോൾ സ്റ്റാർട്ടിങ് ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ എൻഡിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ചീറ്റിംഗ് ഒക്കെ അനുഭവിച്ച് ഇരിക്കുകയാണെന്ന് നിങ്ങൾക്ക് അറിവ് കിട്ടുകയാണെങ്കിൽ ഇപ്പം നിങ്ങളിലേക്ക് വരാനുള്ള നോട്ടങ്ങളൊക്കെ നോക്കുകയാണ്. പക്ഷേ നിങ്ങൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ ഒരു 80% ആൾക്കാർക്കും നിങ്ങൾ സ്വീകരിക്കില്ല എന്നുള്ളതാണ്. നിങ്ങൾ അതിൻ്റേതായ രീതിയിൽ നിങ്ങൾ സ്ട്രോങ് ആയി അവർക്ക് വന്ന രണ്ട് തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും പരസ്പരം തല്ലി തകർന്ന് തോറ്റ് മടങ്ങി നിൽക്കുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ കാണും. ഓക്കെ, നിങ്ങളുടെ കണ്ണാലെ നിങ്ങളത് കാണും. നിങ്ങളുടെ പേഴ്സണ് വന്നിരിക്കുന്ന അല്ലെങ്കിൽ തേർഡ് പാർട്ടിക്ക് വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ കാര്യങ്ങൾ നിങ്ങളുടെ കണ്ണാലെ നിങ്ങളത് കാണും. ആ സമയത്ത് നിങ്ങൾ ജയിച്ച് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ജയിച്ച് ജയവീരരായിട്ട് നിങ്ങൾ നിൽക്കുന്നതായിരിക്കും അവസ്ഥ. നിങ്ങളുടെ പേഴ്സൺ ഇതുപോലെ തലയിൽ തുണിയിട്ടുകൊണ്ട് വരേണ്ടതായിട്ട് വരും. ഓക്കെ,
നിങ്ങൾ സ്വീകരിക്കില്ല എന്നാണ് കാണുന്നത്. ചില വ്യക്തികൾക്ക് ചിലപ്പോൾ സ്വീകരിക്കുമായിരിക്കും. കൂടുതൽ വോസ് കാണുന്നതിൽ കൂടുതൽ ആൾക്കാരും സ്വീകരിക്കില്ല എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ കമൻറ്റ് നിങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങൾ സ്വീകരിക്കുമോ ഇല്ലയോ? നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ച് നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കുമോ ഇല്ലയോ? എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്ന് അറിയാമല്ലോ. ഓക്കെ, അപ്പോൾ ഇതാണ് റീഡിങ്. നിങ്ങൾക്ക് റെസനേറ്റ് ആയി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നിങ്ങളെല്ലാവരും സന്തോഷത്തിലിരിക്കുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ചതിച്ചിട്ട് പോയത് എന്താണോ അത് നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ തന്നെ കാണും. ശത്രുവിൻ്റെ മുമ്പിൽ വിരുന്നൊരുക്കുന്ന ഒരു ദൈവമുണ്ട് നിങ്ങൾക്ക്. ശത്രുവിൻ്റെ മുമ്പിൽ തന്നെ നിങ്ങളെ ആരാണോ ഉപേക്ഷിച്ച് പോയത് അവരുടെ മുമ്പിൽ തന്നെ നിങ്ങൾക്ക് വിരുന്നൊരുക്കുന്ന ഒരു ദൈവമുണ്ട്. ഓക്കെ, അപ്പോൾ സമാധാനമായിട്ട് സന്തോഷമായിട്ടിരിക്കുക. നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കട്ടെ, ഈ യൂണിവേഴ്സിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു റീഡിങ്ങിൽ എന്തെങ്കിലും കാര്യങ്ങളിൽ ഈ ഒരു വാക്കുകളൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും പെയിനാവും. എന്നോട് ക്ഷമിക്കുക, കാരണം ഇതൊക്കെ പറഞ്ഞേ എനിക്ക് പറ്റുള്ളൂ, അതുകൊണ്ട് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പം എന്തായിരുന്നാലും എൻ്റെ ഭാഗത്തുനിന്ന് വന്ന എൻ്റെ വാക്കുകൾ കൊണ്ട് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, താങ്ക് യു.